ഇന്നലെ രാത്രി ഇവിടേക്ക് നല്ല മഴയായിരുന്നു. മഴയൊന്ന് തോർന്നപ്പോഴേക്കും നമ്മൾ രാത്രി ഒരാളെ കാണാൻ പോകാറുണ്ട്. എന്നാൽ പിന്നെ ഈ മഴയത്ത് ആളെന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ കരുതി ഇറങ്ങിയതാണ്. വഴിയിൽ ഇതായ ഒരു കറുവപ്പ് കിടക്കുന്നുണ്ട്. മഴവെള്ളത്തിൽ കയറി വന്നായിരിക്കാം. ഇത് റോഡിലിട്ടിട്ട് കാര്യമില്ല, എടുത്ത് ഏതെങ്കിലും വെള്ളത്തിൽ വിടാമെന്ന് കരുതി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആൾ. ഒരു നീർക്കോലിയാണ്. ഈ മാളത്തിൽ തന്നെയാണ് സ്ഥിര താമസം. വന്നിട്ട് 2 മാസമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ അവനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് രാത്രി വന്ന് നോക്കാറുണ്ട്. എന്തായാലും അവനോടങ്ങനെ വിട്ടിട്ട് നമ്മൾ മീനെ വെള്ളത്തിലേക്ക് വിടുന്നുണ്ട്. മീനിങ്ങനെ ചാടിത്തുള്ളി പോകുന്ന നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ നമ്മുടെ നീർക്കോലി എന്തോ അഭ്യാസം കാണിക്കുന്നത് ശ്രദ്ധപ്പെട്ടത്. വന്ന് നോക്കുമ്പോൾ അവനൊരു കറുവപ്പിനെ പിടിച്ച് വലിച്ച് അവനെ മാളത്തിനകത്തേക്ക് കൊണ്ടുപോവാണ്. ഇവനിവിടെ ഇങ്ങനെ ചെറിയ തവളകളെയും മറ്റേക്ക് ഉന്നം വെച്ച് ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതുപോലെ ഇത്രയും വലിയൊരു മീനെ പിടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവനേക്കാൾ വലിയ മീനാണ്. പോരാഞ്ഞിട്ട് ദേഹത്ത് നിറയെ മുള്ളുകളുള്ള മീനാണ് കറുവപ്പ്. അതുകൊണ്ട് തന്നെ അവനങ്ങനെ കഴിക്കുമോ ഇല്ലെന്നൊക്കെ നമുക്കത്ര ഉറപ്പില്ല. ആദ്യ ശ്രമത്തിൽ മാളത്തിനകത്തേക്ക് മീനെ കയറ്റാൻ പറ്റാതെ അവൻ ഇപ്പുറത്തെ വശത്തിൽ വന്ന് നമ്മളൊന്ന് നോക്കി. അപ്പോൾ നമുക്ക് സംശയമായി നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ഇവനെ കഴിക്കാതെ ഇരിക്കുമെന്നുള്ളത്. എന്നാൽ അതൊന്നുമല്ല, ആൾ വീണ്ടും വാലിൽ പിടിച്ച് വലിച്ചതിനെ ഭാഗത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ്. അത് വിജയിക്കില്ല എന്ന് മനസ്സിലായപ്പോഴേക്കും നമ്മൾ നിൽക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മീനിൻ്റെ തല തന്നെ വായ്ക്കകത്താക്കിയിട്ട് മീനിനെ കടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. നല്ല മുറിച്ചുള്ള പല്ലാണ് നീർക്കോലിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജീവനുള്ള മീനിനൊക്കെ കടിയിൽ പിടിച്ച് നിർത്താനേ പറ്റും. അങ്ങനെ അവൻ ആ മീനിനെ മുഴുവനായിട്ട് കടിച്ച് വലിച്ച് മാളത്തിനകത്തേക്ക് കൊണ്ടുപോയി. ഇനി പതിയെ വിഴുങ്ങാനുള്ള ശ്രമമായിരിക്കാം. ഇത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ച ഒരു കാഴ്ചയല്ല. ഇവൻ ചെറിയ തവളകളെയും മറ്റൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതുപോലൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെ സന്തോഷമായി. നമുക്ക് നല്ലൊരു വീഡിയോയും കിട്ടി. ഇനി ഇവനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഇവനിങ്ങനെ കുറച്ച് കാലം കൂടി ഇവിടെ കാണുമായിരിക്കും. പിന്നീട് വലിയ ഇരയൊന്നും കിട്ടാതാവുമ്പോഴേക്കും മറ്റെവിടേക്കെങ്കിലും പോവും. അതുവരെ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കാം. എന്തായാലും ഈ കഥകളൊന്നും അറിയാതെ മീനുകൾ വീണ്ടും വെള്ളത്തിലൂടെ കയറി വരുന്നുണ്ട്. പുതുമഴ പെയ്യുമ്പോഴേക്കും കറുവപ്പുകളും മറ്റ് മീനുകളൊക്കെ ഇതുപോലെ കയറി വരുന്നത് ഏതെങ്കിലും ജലാശയത്തിലോ പാടത്തിലോ ഒക്കെ കയറിയിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ഈ മീനുകൾ കയറി വരുന്ന വഴിക്ക് ഇനിയിപ്പോൾ ഇവർക്ക് പറ്റിയ ജലാശയങ്ങളൊന്നും തന്നെ ഇല്ല. റോഡിലെ കുറച്ച് കുണ്ടും കുഴിയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അതിലെന്തായാലും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കൽ നടക്കുന്ന കാര്യമല്ല.